നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വാർത്ത ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യമായി കൊറോണ വാക്സിൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നതാണ്. ഇതുകൂടാതെ സൗജന്യ റേഷനും ദീപാവലി വരെ നീട്ടിയിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രി നേരിട്ട് ഒരു അനൗൺസ്മെൻറ്റിലൂടെയാണ് നമ്മളെയൊക്കെ അറിയിച്ചത്. സ്വാഭാവികമായിട്ടും ഇത്തവണ എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവനായിട്ട് തന്നെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ എല്ലാവരും കാണിച്ചെങ്കിലും മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, എല്ലാവർക്കും ഫ്രീ വാക്സിൻ, വേറൊന്ന് സൗജന്യ റേഷൻ ദീപാവലി വരെ എന്നുള്ളത്. ഈ തീരുമാനങ്ങളിൽ എത്തിച്ചേരാനുള്ള പശ്ചാത്തലം അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അത് ആരും വിശദീകരിച്ച് കണ്ടില്ല. പക്ഷെ അത് കാണേണ്ടതാണ്. എന്തുകൊണ്ട്, എങ്ങനെ ഈ ഒരു തീരുമാനത്തിലെത്തി? അതിന് ഒരുപാട് ന്യായങ്ങൾ ആർക്കാൾ പറയുന്നുണ്ട്. സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോൾ മോദി പേടിച്ചു പോയി, അതുകൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എല്ലാവർക്കും ഫ്രീ വാക്സിൻ കൊടുത്തുകൂടെ? എങ്ങനെയാണ് നിങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഞങ്ങൾക്കറിയണം. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഫയലും എല്ലാം ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു മാസം സമയമുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. കേന്ദ്ര സർക്കാരിന് ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോദി പേടിച്ചു പോയി എന്നൊക്കെയുള്ള വ്യാഖ്യാനം ശരിയല്ല. മോദി തന്നെ അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലം മോദി പറയുന്നു. നമുക്കതൊന്ന് കേൾക്കാം. हम 100% टीकाकरण कवरेज की तरफ बढ़ रहे थे कि कोरोना वायरस ने हमें घेर लिया. देश ही नहीं, दुनिया के सामने फिर पुरानी आशंकाएं घिरने लगी कि अब भारत कैसे इतनी बड़ी आबादी को बचा पाएगा. लेकिन साथियों, जब नीयत साफ होती है, नीति स्पष्ट होती है, निरंतर परिश्रम होता है, तो नतीजे भी मिलते हैं. हर आशंका को दरकिनार करके भारत ने 1 साल के भीतर ही एक नहीं बल्कि 2 मेड इन इंडिया वैक्सीन लॉन्च कर दी. हमारे देश ने, देश के वैज्ञानिकों ने ये दिखा दिया कि भारत बड़े बड़े देशों से पीछे नहीं है. आज जब मैं आपसे बात कर रहा हूं तो देश में 23 करोड़ से ज्यादा वैक्सीन की डोज दी जा चुकी है. 23 करोड़. അപ്പോൾ അദ്ദേഹം വളരെ ചുരുക്കി ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ പറയുകയായിരുന്നു. വാക്സിനേഷൻ കൊറോണയ്ക്ക് മാത്രമല്ല, വേറെ ഒരുപാട് വാക്സിനേഷൻ നാട്ടിൽ നടക്കുന്നുണ്ട്. ക്ഷയരോഗത്തിനെതിരെ, കോളറയ്ക്കെതിരെ, BCG വാക്സിൻ, പോളിയോ വാക്സിൻ, ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ജനസംഖ്യയുടെ ഒരു 60% ആളുകൾക്ക് മാത്രമേ എടുത്ത് കഴിഞ്ഞിരുന്നുള്ളൂ 2014 മോദി അധികാരത്തിൽ വരും. ഈ 6-7 വർഷം കൊണ്ട് അദ്ദേഹം അത് ഒരു 90% എത്തി 100 പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വരുന്നത്. അപ്പോൾ ലോകമൊട്ടാകെ ആശങ്കയായി. ഓരോ രാജ്യങ്ങളിലെ ആശങ്ക. അതുകൂടാതെ ഈ 135-140 കോടി ജനങ്ങളുള്ള ഭാരതം ഇതെങ്ങനെ മാനേജ് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ഇവരാകെ കുഴപ്പത്തിലാകുമല്ലോ എന്നുള്ളൊരു ആശങ്ക മറ്റ് രാജ്യങ്ങൾക്ക് വരെ ഉണ്ടായി, നമ്മുടെ രാജ്യത്തും ഉണ്ടായി. പക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കഴിവ് കൊണ്ട് 2 വാക്സിൻ, ഒരു വർഷത്തിനുള്ളിൽ 2 വാക്സിൻ ഉണ്ടാക്കിയെടുത്തു. ആ 2 വാക്സിനാണ് നമ്മുടെ നാട്ടിലിപ്പോൾ എടുക്കുന്നത്, കോവിഷീൽഡും കോവാക്സിനും. കോവിഷീൽഡിൻ്റെ ഫോർമുല പുറത്തു നിന്നാണ്, പക്ഷെ ഉണ്ടാക്കുന്നത് ഭാരതത്തിലാണ്. ഇങ്ങനെ ഈ 2 വാക്സിൻ ഉണ്ടാക്കി ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ
പ്രതിസന്ധി മറികടക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ 23 കോടിയിലധികം ആളുകൾക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. അതാണ് സ്ഥിതി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം. आज देश में 7 कंपनियां विभिन्न प्रकार की वैक्सीन का प्रोडक्शन कर रही है. 3 और वैक्सीन का ट्रायल भी एडवांस स्टेज पे चल रहा है. वैक्सीन की उपलब्धता बढ़ाने के लिए दूसरे देशों की कंपनियों से भी वैक्सीन खरीदने की प्रक्रिया को तेज किया गया है. इधर हाल के दिनों में कुछ एक्सपर्ट्स द्वारा हमारे बच्चों को लेकर भी चिंता जताई गई है. इस दिशा में भी 2 वैक्सीन का ट्रायल तेजी से चल रहा है. इसके अलावा अभी देश में एक नेजल वैक्सीन पर भी रिसर्च जारी है. इसे सिरिंज से न देकर नाक में स्प्रे किया जाएगा. देश को अगर निकट भविष्य में इस वैक्सीन पर सफलता मिलती है तो इससे भारत के वैक्सीन अभियान में और ज्यादा तेजी आएगी. ഇപ്പോൾ വാക്സിൻ രംഗത്ത് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നത്. 7 സ്ഥാപനങ്ങളാണ് ഈ വാക്സിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 7 സ്ഥാപനങ്ങൾ. ഇതുകൂടാതെ 3 പുതിയ വാക്സിൻ അതിൻ്റെ ഫൈനൽ ട്രയലിൽ എത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി 2 വാക്സിൻ അത് തയ്യാറാക്കി അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ വിദേശത്തു നിന്നുള്ള വാക്സിൻ ഇറക്കുമതി ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളുമായി കഴിഞ്ഞു. അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മൂക്കിൽ സ്പ്രേ ചെയ്യാവുന്ന ഒരു വാക്സിൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാക്സിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിക്കും. എളുപ്പമാണല്ലോ. മൂക്കിൽ സ്പ്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകേണ്ട, നഴ്സിൻ്റെ ആവശ്യമില്ല. ഈ ആസ്മക്കാരുടെ സ്പ്രേ പോലെ ഒരു നിശ്ചിത അളവിൽ വാക്സിൻ ഉണ്ടാവും. ഒറ്റത്തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് തന്നെത്താനും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും മൂക്കിൽ സ്പ്രേ ചെയ്യുന്ന വാക്സിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിറിഞ്ച് വേണ്ട എന്നുള്ളത് തന്നെ, സിറിഞ്ച് വേണ്ടല്ലോ, അത് വേറൊരു ചിലവാണ് ഈ വാക്സിൻ്റെ. ഓരോ തവണ വാക്സിൻ എടുക്കുമ്പോഴും പുതിയ പുതിയ സിറിഞ്ചല്ലേ. അപ്പോൾ ഈ സിറിഞ്ച് ഇല്ലാതെ സ്പ്രേ ചെയ്യാവുന്ന ഒരു സംവിധാനം അതും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം വ്യാപ്തി ഉണ്ടാകും. ഞാനിത് നിങ്ങളോട് എടുത്തു പറയാൻ കാര്യം, മലയാള മാധ്യമങ്ങളിൽ എത്രയോ ഡോക്ടർമാർ ആരൊക്കെ വന്ന് എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു. ഈ കാര്യത്തെപ്പറ്റി ഒരു ചർച്ചയോ വിശകലനമോ ഉണ്ടാവാഞ്ഞത് എന്താ? പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ബ്രോഡായിട്ടങ്ങ് പറഞ്ഞുപോയി. 7 സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്, 3 വാക്സിൻ്റെ വേറെ ട്രയൽ നടക്കുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ നടക്കുന്നു, മൂക്കിൽ സ്പ്രേ ചെയ്യാനുള്ളത് വേറെ നടക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. അതിൽ കൂടുതലൊരു പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഇത് പറയേണ്ട വിദഗ്ധന്മാരെവിടെ? ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാരെവിടെ? ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ, വാക്സിനൊന്നുമില്ല, എല്ലാം കുഴപ്പമാണ്, വാക്സിൻ എടുത്താൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ചു പോകും, ഇങ്ങനെയൊക്കെയുള്ള ഭീതി പടർത്തിയ ആൾക്കാരൊക്കെ എവിടെ? ദിവസവും ടി വിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ, എവിടെ അവരെല്ലാം? എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവായ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? ഇത് പ്രധാനമന്ത്രി പറഞ്ഞത് ആരും ഹൈലൈറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ആരെങ്കിലും അവിടെയോ ഇവിടെയോ പരാമർശിച്ച് കാണും എന്നേ ഉള്ളൂ. ചർച്ച ചെയ്യേണ്ട കാര്യം, പൊതുജന മധ്യത്തിലെത്തേണ്ട കാര്യം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. സെൻസേഷണലിസത്തിൻ്റെ പിന്നാലെ പോകുന്നു. ശരി, നമുക്കങ്ങനെ ചെയ്യേണ്ട. നമുക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത പോയിന്റ് കേൾക്കാം. देश में कम होते कोरोना के मामलों के बीच केंद्र सरकार के सामने अलग अलग सुझाव भी आने लगे, भिन्न भिन्न मांगे होने लगी, पूछा जाने लगा सब कुछ भारत सरकार ही क्यों तय कर रही है?
राज्य सरकारों को छूट क्यों नहीं दी जा रही है? राज्य सरकारों को लॉकडाउन की छूट क्यों नहीं मिल रही है? वन साइज डज नॉट फिट ऑल जैसी बातें भी कही गई। दलील ये दी गई कि संविधान में चूंकि हेल्थ, आरोग्य प्रमुख रूप से राज्य का विषय है, इसलिए अच्छा है कि सब राज्य ही करें। इसलिए इस दिशा में एक शुरुआत की गई। भारत सरकार ने एक बृहद गाइडलाइन बनाकर राज्यों को दी ताकि राज्य अपनी आवश्यकता और सुविधा के अनुसार काम कर सके। स्थानीय स्तर पर कोरोना कर्फ्यू लगाना हो, माइक्रो कंटेनमेंट जोन बनाना हो, इलाज से जुड़ी व्यवस्थाएं हो, भारत सरकार ने राज्यों की इन मांगों को स्वीकार किया। साथियों, इस साल 16 जनवरी से शुरू होकर अप्रैल महीने के अंत तक भारत का वैक्सीनेशन कार्यक्रम मुख्यतः केंद्र सरकार की देखरेख में ही चला। सभी को मुफ्त वैक्सीन लगाने के मार्ग पर देश आगे बढ़ रहा था। അങ്ങനെ ഭാരതം വാക്സിൻ നിർമ്മിച്ചു, വാക്സിൻ എടുക്കാൻ തുടങ്ങി. ഈ വർഷം ജാനുവരി 16 മുതൽ ഏപ്രിൽ 30 വരെ കേന്ദ്ര സർക്കാർ വാക്സിൻ തയ്യാറാക്കി ആ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ച് സംസ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരുന്നു, പ്രൈവറ്റ് ആശുപത്രികളിൽ എത്തിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആളുകളും വലിയ പരാതിയില്ലാതെ കോവിൻ പോർട്ടൽ വഴി ബുക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മാർച്ച് ആയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയമായപ്പോൾ കൊറോണ തീർന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നുള്ള മട്ടിലുള്ള അന്തരീക്ഷം വന്നു. നല്ല കാര്യം. ആ രണ്ടാം തരംഗം എന്നൊക്കെ പറയുന്നത് വന്നിട്ടില്ല. ഒന്നാം തരംഗം ഏകദേശം അവസാനിച്ച അവസ്ഥ. എല്ലാവരും സന്തുഷ്ടരാണ്. ആ സമയത്ത് ചോദ്യങ്ങൾ തുടങ്ങി. എന്താ ഇതെല്ലാം കൂടെ കേന്ദ്രം നടത്താൻ കാര്യം? സംസ്ഥാനങ്ങൾക്ക് അവകാശമൊന്നുമില്ലേ? മാത്രമല്ല, ഭരണഘടന അനുസരിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ജോലിയാണ്. അതിൽ കേന്ദ്രം കടന്നു കയറുന്നു, ഫെഡറലിസം, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം തുടങ്ങി. അങ്ങനെ നേരെ ചൊവ്വേ നടന്നു പോയിക്കൊണ്ടിരുന്ന സംവിധാനത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് നിരന്തരമായ ആവശ്യമുണ്ടായി. ഞങ്ങളുടെ ലോക്ക്ഡൗൺ ഞങ്ങൾ തീരുമാനിക്കാം, മോദി ആരാത് തീരുമാനിക്കാൻ? ഓ ശരിയല്ലേ, കേരളത്തിലെ ലോക്ക്ഡൗൺ തീരുമാനിക്കാൻ മോദി ആരാ? നേരത്തെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം, ഓരോ സ്ഥലത്തും നിന്ന് കിട്ടുന്ന റിപ്പോർട്ടനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദിവസവും രാവിലെ സർക്കുലർ ഇറക്കുമായിരുന്നു, ഇന്ന ഏരിയ ഷട്ട് ഡൗൺ ചെയ്യണം. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. കാരണം ഡൽഹിയിൽ ഇരുന്നിട്ട് അവർ തീരുമാനിക്കുമ്പോൾ കൃത്യം സ്ഥലങ്ങൾ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ കൊടുക്കുന്ന വിവരത്തിൽ വരുന്ന പോരായ്മയോ ഒക്കെ വെച്ചുള്ള ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇതെല്ലാം കുത്തഴിഞ്ഞ അവസ്ഥയിലായി. ശരി, എന്തുമായിക്കോട്ടെ, സംസ്ഥാനങ്ങൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ജനറൽ ഗൈഡ് ലൈൻ തയ്യാറാക്കിയിട്ട് കേന്ദ്രം സംസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു. ഏകദേശം ഇതുപോലെ, ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഏപ്രിൽ 30 വരെ കേന്ദ്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. कई राज्य सरकारों ने फिर कहा कि वैक्सीन का काम डिसेंट्रलाइज किया जाए और राज्यों पर छोड़ दिया जाए. तरह तरह के स्वर उठे, जैसे कि वैक्सीनेशन के लिए एज ग्रुप क्यों बनाए गए. दूसरी तरफ किसी ने कहा कि उम्र की सीमा आखिर केंद्र सरकार ही क्यों तय करे. कुछ आवाजें तो ऐसी भी उठी कि बुजुर्गों का वैक्सीनेशन पहले क्यों हो रहा है. भांति भांति के दबाव भी बनाए गए. കാര്യങ്ങൾ ഇവിടം കൊണ്ട് നിന്നില്ല.
സംസ്ഥാനങ്ങൾ കൂടുതൽ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നു. വാക്സിനിൽ കേന്ദ്രം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ വിതരണം ചെയ്തോളാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, തോമസ് ഐസക്കും പിണറായി വിജയനും ഒക്കെ പറഞ്ഞു വാക്സിൻ എവിടെ ഉണ്ടെന്ന് പറ, കാശൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഓ ശരി, നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഒരുപാട് തർക്കങ്ങൾ വന്നു. കേന്ദ്ര സർക്കാരായി വയസ്സ് തീരുമാനിക്കാൻ? 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആദ്യം, അതെന്താ അങ്ങനെ? 60 വയസ്സിൽ താഴെയുള്ളവർക്ക് ആദ്യം എടുത്താൽ എന്താ? ഇതൊക്കെ തീരുമാനിക്കാൻ മോദി ആരാണെന്നേ? ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശമില്ലേ? ഞങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും MLA-മാരും അല്ലേ? മാത്രമല്ല, വയസ്സായവർക്ക് എന്തിനാദ്യം കൊടുക്കണം? ചെറുപ്പക്കാർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്? അതിലൊരു ന്യായമുണ്ടല്ലോ, അങ്ങനെയും തർക്കിക്കാമല്ലോ. ഇങ്ങനെയുള്ള തർക്കവാദങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു. ഈ ബഹളം വെച്ചുകൊണ്ടിരുന്നത് നിസ്സാരക്കാരല്ല. രാഹുൽ ഗാന്ധി കത്തയച്ചു, ഇതെല്ലാം സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മാർച്ച് മാസത്തിൽ തന്നെ കത്തയച്ചു. പിണറായി വിജയൻ കത്തയച്ചു. മമതാ ബാനർജി ബഹളം വെച്ചു. നരേന്ദ്രമോദി, കേന്ദ്ര സർക്കാരിൻ്റെ ഒരൊറ്റ ഉദ്യോഗസ്ഥനെ എൻ്റെ സംസ്ഥാനത്ത് ഞാൻ കാലുകുത്തിക്കില്ല. ഇതാണ് എപ്പോഴും ആ സ്ത്രീയുടെ നിലപാട്. മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, ഈ വാക്സിൻ തന്നെ കള്ളത്തരമാണ്, ഇത് BJP-യുടെ വാക്സിനാണ്, ഇത് ഞാൻ എടുക്കുന്ന പ്രശ്നമില്ല, ഉത്തർപ്രദേശിലെ ആരും ഈ വാക്സിൻ എടുക്കരുത്, ഞാൻ അധികാരത്തിൽ വരുന്ന ആളെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വാക്സിൻ തരും, അതാണ് വാക്സിൻ. ഇപ്പോൾ ഈ നടക്കുന്നത് സംശുദ്ധ കള്ളത്തരമാണ് എന്ന് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് പറഞ്ഞു. ഇത് നിങ്ങളാരും കേട്ട് കാണില്ല. കാരണം ഉത്തർപ്രദേശിലെ പ്രതിപക്ഷത്തെ നേതാവാണല്ലോ അഖിലേഷ് യാദവ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് അയാളുടെ വാക്കുകൾ കുഴപ്പമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആരും കാണിക്കുകയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. देखिए, मैं तो नहीं लगवाऊंगा अभी वैक्सीन, मैंने अपनी बात कह दी, और वो भी बीजेपी लगाएगी उसका भरोसा करूंगा मैं? अरे जाओ भाई, अरे अपनी सरकार आएगी सबको फ्री वैक्सीन लगेगी, हम बीजेपी का वैक्सीन नहीं लगवा. അപ്പോൾ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, BJP-യുടെ വാക്സിൻ ഒന്നും ഞാൻ എടുക്കുകയില്ല, നിങ്ങൾ കൊടുക്കരുത്, ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും, ആ വാക്സിൻ എടുത്താൽ മതി. എന്തൊരു അധപ്പതനാണെന്ന് ആലോചിച്ചു. അവസാനം ഇപ്പോൾ എടുത്തു കേട്ടോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുലായം സിംഗ് യാദവ് എടുത്തു. അഖിലേഷ് യാദവ് എടുത്തോന്ന് എനിക്കറിയില്ല, കാരണം അഖിലേഷിന് 60 വയസ്സ് കഴിഞ്ഞിട്ടില്ല, ഒരു പക്ഷേ എടുത്ത് കാണില്ല. ഈ രീതിയിലുള്ള പ്രചാരണവും സമ്മർദ്ദവും ബഹളവും തുടങ്ങി. അവസാനം കേന്ദ്ര സർക്കാർ പറഞ്ഞു, ശരിയപ്പ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. അതും പ്രധാനമന്ത്രി ആ ചരിത്രവും പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. देश के मीडिया के एक वर्ग ने इसे कैंपेन के रूप में भी चलाया. साथियों, काफी चिंतन मनन के बाद इस बात पर सहमति बनी कि राज्य सरकारें अपनी तरफ से भी प्रयास करना चाहती हैं, तो भारत सरकार को क्यों इतराज हो, और भारत सरकार इतराज क्यों करे. राज्यों की इस मांग को देखते हुए, उनके आग्रह को ध्यान में रखते हुए 16 जनवरी से जो व्यवस्था चली आ रही थी, उसमें प्रयोग के तौर पर एक बदलाव किया गया. हमने सोचा कि राज्य ये मांग कर रहे हैं, उनका उत्साह है, तो चलो भाई 25% का काम उन्हीं को सुपुर्द कर दिया जाए, उन्हीं को दे दिया जाए. ഇതിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ പങ്കും എടുത്തു പറയുന്നുണ്ട്. മാധ്യമങ്ങളിലെ ഒരു വിഭാഗം അതിഭയങ്കരമായ പ്രചാരണം അഴിച്ചുവിട്ടു. നരേന്ദ്രമോദി അധികാര വികേന്ദ്രീകരണം നടത്തുന്നില്ല, കേന്ദ്രത്തിലിരുന്നു കൊണ്ട് എല്ലാം കൈയടക്കി വച്ചിരിക്കുന്നു, തനിക്ക് മാത്രം പേര് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, സംസ്ഥാനങ്ങളെ വകവയ്ക്കുന്നില്ല. ഇത് ഇത്രയും തുറന്ന് വിശദീകരിച്ച് പ്രധാനമന്ത്രി പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ഈ പണി ചെയ്തു. ഇത് കൂടാതെയും ഒരുപാട് പ്രചരണങ്ങൾ നടന്നു, പലവിധ തർക്കങ്ങൾ കൊണ്ടുവന്നു, കേന്ദ്ര സർക്കാർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 30 വരെ എത്തി.
എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് മേയിൽ അധികാരം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സംഭവിച്ചതെല്ലാം നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. അതും അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതും എന്താണ് എന്ന് നരേന്ദ്രമോദി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. 1 मई से राज्यों को 25% काम उनके हवाले कर दिया गया. उसे पूरा करने के लिए उन्होंने अपने अपने तरीके से प्रयास भी किए. इतने बड़े काम में किस तरह की कठिनाइयां आती हैं, ये भी उनके ध्यान में आने लगा. उनको पता चला पूरी दुनिया में वैक्सीन की क्या स्थिति है, इसकी सच्चाई से भी राज्य परिचित हुए. और हमने देखा एक तरफ मई में सेकेंड वेव, दूसरी तरफ वैक्सीन के लिए लोगों का बढ़ता रुझान, और तीसरी तरफ राज्य सरकारों की कठिनाइयां. मई में 2 सप्ताह बीतते बीतते कुछ राज्य खुले मन से ये कहने लगे कि पहले वाली व्यवस्था ही अच्छी थी. धीरे धीरे इसमें कई राज्य सरकारें जुड़ती चली गई. वैक्सीन का काम राज्यों पर छोड़ा जाए. जो इसकी वकालत कर रहे थे उनके विचार भी बदलने लगे. एक अच्छी बात रही कि समय रहते राज्य पुनर्विचार की मांग के साथ फिर आगे आए. അപ്പോൾ മെയ് 1 മുതൽ ഈ വാക്സിൻ വിതരണം, വാക്സിൻ വാങ്ങുക, വിതരണം ചെയ്യുക എല്ലാം സംസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കേരളത്തിൽ നടന്നതെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മെയ് 2-ാം തീയതിയായിരുന്നു വോട്ടെണ്ണൽ. ഇത് കഴിഞ്ഞിട്ട് വാക്സിന് വേണ്ടിയിട്ട് വല്ലാത്ത ഓട്ടം തുടങ്ങി കേരളത്തിൽ. വാക്സിൻ ക്ഷാമം രൂക്ഷം എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ ബഹളം തുടങ്ങി. നമ്മൾ കണ്ടതല്ലേ, ഒരുപാട് സ്ഥലത്ത് ആളുകൾ വലിയ ക്യൂ, സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, വെള്ളം പോലും കുടിക്കാനില്ല. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആൾക്കാർ 10,000-4,000 കൂടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വാക്സിൻ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. കോവിൻ പോർട്ടലിൽ പോയാൽ രജിസ്ട്രേഷൻ സൗകര്യമില്ല. നോ സ്ലോട്ട്സ് അവൈലബിൾ എന്ന് എഴുതി കാണിക്കുന്നു. തമിഴ്നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, കർണാടകത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, കേരളത്തിൽ ഒറ്റ സ്ഥലത്തില്ല. ഇതിനിടയ്ക്ക് പിണറായി വിജയൻ പുതിയ പരിഷ്കാരം പ്രഖ്യാപിച്ചു. പ്രൈവറ്റ് ആശുപത്രികൾക്ക് വാക്സിൻ കൊടുത്തില്ല. പ്രൈവറ്റ് ആശുപത്രികൾക്ക് കൊടുത്തില്ല, എല്ലാം സർക്കാർ വാങ്ങിവെച്ചു. എന്നാൽ ജനങ്ങൾക്ക് വാക്സിൻ കൊടുത്തോ? അതുമില്ല. ദിവസവും പറയാൻ തുടങ്ങി വാക്സിൻ തന്നില്ല, ഞങ്ങൾ 1 കോടി ചോദിച്ചു, 10 കോടി ചോദിച്ചു. നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ? അതൊട്ട് പറയുന്നില്ല. നിങ്ങൾ എത്ര വാക്സിൻ എടുത്തു? അത് പറയുന്നില്ല. അതേസമയം പഞ്ചായത്ത് വാർഡ് മെമ്പർമാരെയും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെയൊക്കെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം വാക്സിൻ എടുത്തുകൊണ്ടിരുന്നു. നിങ്ങളൊക്കെ കണ്ടതല്ലേ, കോവിൻ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാർഡ് കൗൺസിലർ അവിടെ ചെറിയ കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ ഇവിടെയൊക്കെ വാക്സിൻ എടുക്കുന്നു. അപ്പോൾ ഈ വിവരം എങ്ങനെ കിട്ടുന്നു? വാക്സിൻ എടുത്തവർക്ക്, ഒരു വീട്ടിലുള്ളവർക്ക് കോവിൻ പോർട്ടലിൽ കിട്ടിയിട്ടില്ല, അടുത്ത വീട്ടിലുള്ളവർ വാക്സിൻ എടുത്ത് തിരിച്ചു വന്നു. ചേച്ചി എന്ത് ചെയ്തു? അല്ല, ഞങ്ങളെ കൗൺസിലർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തതെന്ന് ഉറപ്പുള്ളവർക്കെല്ലാം വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതാണ് കേരളത്തിൽ സ്ഥിതി. ഇതിനിടയ്ക്ക് പ്രൈവറ്റ് ആശുപത്രികൾ തന്നെത്താനെ വാങ്ങിച്ച് അവിടെ ഇവിടെയെല്ലാം 900 രൂപ 1,500 രൂപ എന്നൊക്കെ പറഞ്ഞ് വാക്സിൻ എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ശരിയായിട്ടില്ല. ഇപ്പോഴും കേരളത്തിൽ വാക്സിൻ ശരിയായിട്ടില്ല. നഗ്നമായ സ്വജനപക്ഷപാതം പിണറായി വിജയൻ സർക്കാർ വാക്സിനേഷനിൽ കാണിച്ചു. ഇത് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് വീണ്ടും കത്തയച്ചു, നമുക്ക് പഴയ സിസ്റ്റത്തിലേക്ക് പോകാം. പഴയ സിസ്റ്റത്തിനൊരു ഗുണമുണ്ടായിരുന്നു, ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. ചീത്ത പറഞ്ഞാൽ മാത്രം മതി, നമുക്ക് ചുമ്മാ ഇരുന്ന് ചീത്ത പറയാം.
കേന്ദ്രത്തിൽ നിന്ന് വന്നില്ല, കേന്ദ്രം തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാം. ഇപ്പോൾ ചീത്ത പറയാനും നിർവാഹമില്ല, കാരണം സ്വന്തം തലയിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാവർക്കും മനംമാറ്റം വന്നു. ഒരുപാട് സംസ്ഥാനങ്ങൾ പറഞ്ഞു നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാം, സാരമില്ല. നരേന്ദ്രമോദി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ചീത്തയും കേൾക്കും. ചീത്ത കേൾക്കാനായിട്ടാണ് ഈ പ്രധാനമന്ത്രിയെ സാധാരണ മനുഷ്യർ 303 സീറ്റിൻ്റെ ഭൂരിപക്ഷവും കൊടുത്ത് കയറ്റി അവിടെ ഇരുത്തിയിരിക്കുന്നത്. കാരണം അങ്ങേരെ ചീത്ത കേട്ടാൽ കുലുങ്ങുന്നവനല്ല, തെറി പറഞ്ഞാൽ വിഷമിക്കുന്നവനുമല്ല, നിശബ്ദമായിട്ട് തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരം വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. സംസ്ഥാനങ്ങൾ വിഷമിച്ചു, ഒന്നും നടക്കുന്നില്ല, ഉന്തും തള്ളും അടിപിടി അല്ലാതെ ഒന്നും നടക്കുന്നില്ല. തിരിച്ച് എടുക്കണമെന്ന് പറഞ്ഞു, തിരിച്ചെടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മോദി പറഞ്ഞു ശരി ഞാൻ എടുത്തോളാം, ഞാൻ കൊടുക്കാം, എല്ലാവർക്കും വാക്സിൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം, പണക്കാരനും കൊടുക്കാം, പാവപ്പെട്ടവനും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം, ഞാൻ തന്നെ എല്ലാ സംവിധാനവും ചെയ്തോളാം, പോരെ. നിങ്ങൾ ചാരിയിരുന്ന് നേരം സന്ധ്യയാകുമ്പോൾ എന്നെ തെറി വിളിച്ചോ. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലം മാധ്യമങ്ങൾ നിങ്ങളെ കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പൊളിച്ചെഴുത്തുമായിട്ട് വന്നത്. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.